ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഈ അടുത്തിടെ ഞാൻ ചെയ്ത വീഡിയോസിൽ പലതും എടുത്തു നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ് ഞാൻ കൂടുതലും പറഞ്ഞിട്ടുള്ളത്. ഫ്രണ്ട്ഷിപ്പ് എന്ന വ്യാജേന അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിന്റെ മുഖപടം അണിഞ്ഞുകൊണ്ട് നമ്മുടെ ലൈഫിലേക്ക് കടന്നു കൂടിയിട്ട് നമ്മുടെ ലൈഫ് തന്നെ ഇല്ലാതാക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ കുറച്ചൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുമുണ്ട്. പറയാൻ പാടില്ലാത്തത് ഞാൻ പറയാതെ ഒഴിഞ്ഞു മാറിയിട്ടുമുണ്ട്. ഈ അടുത്തിടെ എനിക്ക് വന്ന ഒരു ലൈഫ് സ്റ്റോറിയാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. അതിലും പ്രതിപാദിക്കുന്നത് നമ്മുടെ ലൈഫിലൊരു മൂന്നാമതൊരാൾ വന്നിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും അതൊരു പ്രശ്നമാണെന്നുള്ളത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്. കുടുംബ പ്രശ്നത്തിന് ഏറ്റവും കാരണം എന്ന് പറയുന്നത് ഒന്നിക്ക് ഭാര്യക്കോ അല്ലെങ്കിൽ ഭർത്താവിനോ മൂന്നാമതൊരാൾക്ക് ഇവരിൽ ആരെങ്കിലും ഒരാൾ സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെപ്പോഴും നമ്മുടെ ജീവിതം തകിടം മറിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിന് ബെസ്റ്റി എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടോ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ പല പേരിട്ട് നമുക്ക് വിളിക്കാം. നമ്മൾ ഫ്രണ്ട്സിന് പ്രാധാന്യം കൊടുക്കുന്നത് കുറച്ചങ്ങ് ഇല്ലാതാക്കിയേക്കാം എന്നല്ല ഞാൻ പറയുന്നത്. അവർക്കും വേണം, അവരും വേണം നമ്മുടെയൊക്കെ ലൈഫിൽ. അവർക്ക് പക്ഷെ അതിര് കടന്ന അമിത സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് എന്ത് തന്നെ അയക്കാനും നമുക്ക് ഒരു സക്സസ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതിന്റെ തെളിവുകൾ പല ആളുകളുടെയും ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഞാൻ എന്തായാലും ഈ ഒരു ലൈഫ് സ്റ്റോറി നിങ്ങളോട് പറഞ്ഞു തരാം. നമുക്കൊക്കെ കുട്ടിക്കാലം മുതലേ ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലെ? അവർ തന്നെ ആയിരിക്കും നമ്മുടെ ബെസ്റ്റിയും അതുപോലെ ബെസ്റ്റ് ഫ്രണ്ടും, നമുക്ക് എന്തും തുറന്നു പറയാൻ പറ്റുന്ന ഒരാളും അല്ലെ? അതേപോലെ തന്നെയായിരുന്നു രണ്ട് സുഹൃത്തുക്കളെ. ഈ രണ്ട് പെൺകുട്ടികൾക്ക് മഞ്ഞുവിന് ഭയങ്കര സ്നേഹം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവര് 4ാം ക്ലാസ് മുതൽ +2 വരെയും ഒരുമിച്ചാണ് അവർ പഠിച്ചിട്ടുള്ളത്. ആ ടൈമിൽ ഇതിലൊരാളുടെ കല്യാണം കഴിഞ്ഞു. അതിനുശേഷം ഇവർ തമ്മിൽ നല്ല ബന്ധം എന്ന് വെച്ചാൽ സൗഹൃദ ബന്ധത്തിന് അത്രയധികം വാല്യൂ കൽപ്പിക്കുന്നവരാണ്. ഇനി ഇവർ കല്യാണം കഴിഞ്ഞ ടൈമിൽ തന്നെ എവിടെയെങ്കിലും പോകൂല, ഇപ്പം കറങ്ങാനൊക്കെ പോകില്ല, ആ ടൈമിൽ വരെ ഈ ഫ്രണ്ടിനെ കൂടെ കൂട്ടും. അത്രയധികം സ്നേഹമാണ്, വിശ്വാസവുമാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഐസ്ക്രീം കുടിക്കാൻ എന്തിനയക്കാനും ഇവളുണ്ടാവും ഒരുമിച്ച്. അത്രയധികം ഭയങ്കരമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്. ഇതൊക്കെ പറയുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അഗാധമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് അവർക്കിടയിൽ ഉള്ളതെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ ഇവരുടെ ജീവിതവും മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇതിനിടയിൽ ഇവരറിയാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ ഫ്രണ്ട് അറിയാത്തൊരു കാര്യം, എപ്പോഴും ഏതോ ഒരു സാഹചര്യത്തിൽ ഈ സുഹൃത്തിന്റെ ഭർത്താവുമായിട്ട് ഈ പെൺകുട്ടിക്ക് എന്തോ വല്ലാതെ അങ്ങ് ഇഷ്ടം വന്നുപോയി. ഈ പെൺകുട്ടിക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. ഒന്നിക്കൽ അവന്റെ ക്യാരക്ടർ ആയിരിക്കും, അല്ലെങ്കിൽ ഇവളെ ഇങ്ങനെ കെയർ ചെയ്യുന്നതും അതൊക്കെ കണ്ടിട്ടായിരിക്കും. കാരണം നമ്മുടെ ജീവിതത്തിനിടയിലേക്ക് നമ്മൾ ഒരാൾക്ക് അമിതമായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം വെച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് കാണുമ്പോൾ അവളും ആഗ്രഹിച്ചിട്ടുണ്ടാവും, വേണമെങ്കിൽ ഇതുപോലൊരു ഭർത്താവിനെ എനിക്കും കിട്ടിയിട്ടുണ്ടെങ്കിലോ എന്നുള്ളത്. അത് ലാസ്റ്റ് ആ ഒരു ഭർത്താവിനെ തന്നെ എടുക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ഈ പെൺകുട്ടി അറിയുന്നത് കുറേ കഴിഞ്ഞിട്ടാണ്. ഇവളറിയാതെ ഇവർ രണ്ടുപേരും ബന്ധം തുടർന്നുകൊണ്ടേ പോയി. അതിനിടയിൽ ഇവള് സ്ഥിരമായിട്ട് വീട്ടിലേക്ക് വരും. അവൻ ലീവുള്ള ടൈമിൽ അയക്കഴിഞ്ഞാലും വീട്ടിലേക്ക് വരും. ഇനി കുട്ടിയെ എടുത്തിട്ട് പുറത്ത് കൊണ്ടുപോകുന്ന ടൈമിലും ഈ ബെസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട് തന്നെയായിരുന്നു എടുത്ത് നടക്കലും ഒക്കെ. ഭയങ്കരമായിട്ടുള്ളത് എന്താ വെച്ചാൽ ഭയങ്കരമായിട്ട് സ്നേഹം അമിതമായിട്ട് ഇവളോടും അവനോടും. അവൾക്ക് കര കവിഞ്ഞങ്ങ് ഒഴുകി. ഇവർക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ല, ഒരു സംശയത്തിന്റെ ഒരു നിഴല് പോലും ഇല്ല. അങ്ങനെ ഇരിക്കെ ഈ പെൺകുട്ടിക്ക് കല്യാണാലോചന വരുന്നു. പക്ഷെ ഈ പെൺകുട്ടി ഒരിക്കലും കല്യാണത്തിന് സമ്മതിക്കുന്നില്ല. എന്ത് തന്നെ ആയിട്ടും നല്ല ഒരുപാട് ആലോചനകൾ വന്നു. ഇവക്ക് കല്യാണം വേണ്ട, കാരണം ഒന്നുമില്ല, ഇവക്ക് കല്യാണം വേണ്ട, ആ ലെവലിലേക്ക് പോയി. ലാസ്റ്റ് ഈ ഒരു ഫ്രണ്ട് തന്നെ മുൻകൈ എടുത്തിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്തു, ജീവിതത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ്. പിന്നെ ഇവളെ ജീവിതം വെച്ചത് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ജീവിക്കാം അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവളെ കൊടുക്കുന്നത്. പക്ഷെ ഇവള് അതിൻ്റെ ഉള്ളിൽ ഇവക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല ഇവളെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് ഇവള് കല്യാണം കഴിക്കാതിരിക്കുന്നതെന്നുള്ളത്. അതുപോലെ വീട്ടുകാരും പറഞ്ഞിട്ട് കുറേ അധികം ആൾക്കാർ ഇവളെ ഫോഴ്സ്ഫുൾ ആയിട്ട് അങ്ങനെ കല്യാണത്തിന് സമ്മതിപ്പിച്ചു. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ആകെ 40 ദിവസമേ ഇവരുടെ ഭർത്താവ് ഇവളെ കൂടെ ജീവിച്ചിട്ടുള്ളൂ. അവന് ഗൾഫിലേക്ക് പോകേണ്ടി വന്നു. ആ ഗൾഫിൽ ഈ ഭർത്താവുള്ള ടൈമിലാണ് ശരിക്കും പറഞ്ഞാല് ഈ ചങ്ങാതിയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. കാരണം ഈ ഭർത്താവ് അവളുടെ വീട്ടിൽ വിളിച്ചിട്ട് പറയുന്നുണ്ട്. കാരണം ഞാൻ വീട്ടിൽ വിളിക്കുന്ന ടൈമിൽ അവൾ ഫോൺ എടുക്കും, ഞാൻ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരു മൂളൽ മാത്രം, ആ ഈ ഉ അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇവക്ക് എന്താ പ്രശ്നം? നാട്ടിലുള്ള ടൈമിൽ തന്നെ ഞാനുമായിട്ട് ഒരു നല്ലൊരു സ്നേഹബന്ധവും നമുക്കിടയിൽ ഉണ്ടായിട്ടില്ല. അതെന്തുകൊണ്ടാന്ന് എന്നെ ഇഷ്ടമില്ലാതെയാണോ ഇവള് കല്യാണം കഴിച്ചിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം വീട്ടുകാർ പറഞ്ഞാൽ അതൊന്നല്ല, അത് തോന്നിയാന്ന് മോനെ, അതിൽ ശരിയാവും, കല്യാണം പെട്ടെന്ന് കഴിഞ്ഞതല്ലേ, അപ്പൊ അതിന്റെ ഒരു ഇതിലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് ഉരുണ്ട് കളിച്ച്. ഇവർക്കാർക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ കാരണം എന്നുള്ളത്. അപ്പൊ ഇതിനിടയില് മറ്റേ ഫ്രണ്ടിന്റെ ഹസ്ബൻഡുമായിട്ട് കറങ്ങാൻ വേണ്ടി പോയതും
അതുപോലെ തന്നെ ഇവൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഓരോന്നും വീട്ടിലേക്ക് വാങ്ങിച്ചു കൊണ്ടു കൊടുക്കുന്നതും ഒക്കെ ഈ സുഹൃത്തിന്റെ ഭർത്താവായിരുന്നു. അപ്പൊ ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സുഹൃത്ത് ബന്ധം പോലെ എല്ലാവർക്കും തോന്നിയെങ്കിൽ പിന്നീട് അതൊരു പ്രശ്നമായിട്ട്, അല്ലെങ്കിൽ ഇതിലെന്തോ ഒരു പന്തികേട് ഉണ്ട് എന്നുള്ളത് അവളുടെ വീട്ടുകാർക്കും തോന്നി. അവളുടെ വീട്ടുകാർ എന്ത് ചെയ്തു, അവനോട് പറഞ്ഞു ഇനി എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കാനോ അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ചു കൊടുത്തോ, അല്ലെങ്കിൽ അവളുടെ ഹസ്ബൻഡിനോട് പറഞ്ഞോളാന്നുള്ളത്. അത് ഇവൾക്ക് വല്ലാതെ അങ്ങ് ദേഷ്യം വന്നു. ഇവള് മൊത്തം ഒരു പൊട്ടിത്തെറിയും കാര്യങ്ങളൊക്കെ. അതെന്താ, ഞാൻ അവനോട് സംസാരിച്ചാലെന്താ, അവൻ വന്നാലെന്താ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായി. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇവർ നോട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ ഇവള് കംപ്ലീറ്റ് ഫോൺ വിളിച്ച് സംസാരിക്കുന്നത് കംപ്ലീറ്റ് ഇവരുടെ ഫ്രണ്ടിന്റെ ഹസ്ബൻഡിന്റെ ആണെന്നുള്ളത് ഇവരുടെ ഉമ്മ തന്നെയാണ് മനസ്സിലാക്കിയത്. പിന്നെ ഈ ഉമ്മാക്ക് ഈ മകളെ അടക്കാനുള്ള അത്രയും പറഞ്ഞു കൊടുത്തു. മൊത്തം പ്രശ്നങ്ങളും ചീറ്റലും പൊട്ടലും ഒക്കെ ആയി. അതിനിടയിൽ ഇവരുടെ ഭർത്താവ് വിളിച്ചിട്ട് പറയുന്നുണ്ട് എന്റെ ഫോണൊന്നും എടുക്കുന്നില്ല, എന്താ കാരണം. ഇവർക്ക് പറയാനും പറ്റില്ലല്ലോ, ഇങ്ങനെയാണ് സംഭവം എന്ന് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. ജീവിതമല്ല അങ്ങ് തകർന്നു പോയില്ലെന്ന് വിചാരിച്ചിട്ട് ഇവരും എല്ലാം പൊത്തിയിട്ട് അങ്ങ് നിന്നു. ലാസ്റ്റ് ഒരു ഗതിയും പരഗതിയും ഇല്ല എന്നുള്ള അവസ്ഥ വന്നപ്പോഴത്തേക്ക് ഈ ഫ്രണ്ടിനോട് പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുള്ള. ഫ്രണ്ട് പിന്നെ എല്ലാവരും വിചാരിക്കുന്നതിന്റെ അപ്പുറമായിട്ടായിരുന്നു അവള് സത്യം പറഞ്ഞാൽ ഒന്ന് തകർന്ന് തന്നെ പറയാം. കാരണം ജീവനുകളെ സ്നേഹിക്കുന്ന ഭർത്താവും അതിനേക്കാൾ ഉപരി ഒരിക്കലും എന്നെ ചതിക്കില്ല, എനിക്ക് എപ്പോഴും താങ്ങുന്നതായിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്ന ഫ്രണ്ടാണ് ഇപ്പൊ ചതിച്ചിട്ടുള്ളത്. ഇവർ രണ്ടാളും ഒത്തു കളിച്ചുകൊണ്ടാണ് ഇവളിപ്പോ ഫുൾ ആക്കിയിട്ടുള്ളത്. അത് വളരെയധികം അവളെ വിഷമിപ്പിച്ചു. പിന്നെ ഇവള് പൊതുവെ നമ്മൾ നോർമലി എല്ലായിടത്തും കാണുന്ന പോലെ തന്നെ ഭർത്താവുമായിട്ട് കുഴപ്പവും കുലുമാലും ഒക്കെ ആയി. പക്ഷെ ഇവർ രണ്ടുപേരും കട്ടക്ക് തന്നെ. ഇവർക്ക് രണ്ടുപേർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ അല്ല അഗാധമായിട്ട് അങ്ങ് സ്നേഹത്തിലായി പോയി. ഇവളാണെന്നുണ്ടെങ്കിൽ ഭർത്താവിനെ ഒഴിവാക്കാന്നുള്ള അവസ്ഥയായി. ആ ടൈമിലാണ് ഈ ഹസ്ബൻഡിന്, ഈ ഫ്രണ്ടിന്റെ ഗൾഫിലുള്ള ഹസ്ബൻഡിന് ഒരു മാറാരോഗം വന്നത്. പഠിച്ചവൻ എല്ലാവരുടെ തൊട്ടും കാക്കട്ടെ അതുപോലെ രോഗങ്ങളിൽ നിന്ന് ക്യാൻസർ പിടിപെട്ടു. ക്യാൻസർ പിടിപെട്ടിട്ട് അദ്ദേഹം നാട്ടിൽ വന്നു. ചെറുപ്പക്കാരനാണ്. അദ്ദേഹം നാട്ടിൽ വന്നു. നാട്ടിൽ വന്ന ടൈമിൽ ഇവളെന്ത് ചെയ്തു, ഒരു ഭാര്യ ചെയ്യേണ്ട എല്ലാ ധർമ്മങ്ങളും നോക്കി. ഭാര്യ നന്നായിട്ട് തന്നെ ഈ ഭർത്താവിനെ നോക്കി. പക്ഷെ ആ ഭർത്താവിന് ജീവൻ റബ്ബ് കൊടുത്തില്ല, മരണപ്പെട്ടു. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ സൈഡിലോട്ട് പോകുന്ന ടൈമിൽ ഇവളും ഇവനും തമ്മിൽ പണ്ടത്തെ ആ ബന്ധം നന്നായിട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. പക്ഷെ ബാക്കിയുള്ള എല്ലാവരും വിചാരിച്ചത് ഈ ഭർത്താവിന്റെ സുഖമില്ലായ്മയും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ഇവള് കുറച്ചൊന്നും മാറിയിട്ടുണ്ടാവുന്നു. പക്ഷെ അതൊന്നുമല്ല, ഇവക്ക് ഇവനെ ഒഴിവാക്കാൻ വേണ്ടി പറ്റുന്നില്ല, അവനെ മറക്കാനും പറ്റുന്നില്ല. എന്തോ അവർക്കിടയിൽ എന്താ സംഭവിച്ചേക്കുന്നുള്ളത് ഈ ഭാര്യക്ക് അറിയില്ല. കാരണം എന്നോട് പറയുന്നത് ആ ഭാര്യയാണ്. അവൾക്ക് അറിയുന്നില്ല, അവൾക്ക് അറിയാൻ ആഗ്രഹവും ഇല്ല. അവൾ പറയുന്നുണ്ട് എന്തെങ്കിലും യഥാർത്ഥ ബന്ധം ഉണ്ടായിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല, അറിയാത്ത കാര്യം ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അവർക്ക് അത്രമേൽ ഇഷ്ടമാണ് രണ്ടുപേർക്കും. അങ്ങനെ ഇവള് പിന്നെ എന്ത് ചെയ്ത് പൊതുവെ കുറെ കുൽമാലും കാര്യങ്ങളൊക്കെ ആയി. നമ്മൾ കുറെ അങ്ങ് കരഞ്ഞ് ബഹളം വെച്ചൊക്കെ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മളൊരു സൈലന്റ് ആവും. എന്തും സഹിക്കാനും ക്ഷമിക്കാനുള്ളൊരു ശേഷി സ്ത്രീകൾ നേടിയെടുക്കല്ല. ഈ രണ്ട് കുട്ടികളായതുകൊണ്ട് തന്നെ ഇവർക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. കാരണം ഡിവോഴ്സ് ആകാൻ ഒന്നും പറ്റുന്നില്ല. കാരണം ഇവർക്കൊരു സമ്പാദ്യമോ അങ്ങനെ ഒന്നും ഇല്ല, ഒരു ജോലിയോ കാര്യം ഒന്നുമില്ല. ഈ മക്കളെ പോയിട്ട് എടുക്കണമെങ്കിൽ അതിന്റെ ഒരു മാർഗവും ഇല്ല. അതുകൊണ്ട് തന്നെ ഇവളെന്ത് ചെയ്തു, കടിച്ചു പിടിച്ച് സഹിച്ചു നിൽക്കുന്നു ഈ മക്കൾക്ക് വേണ്ടിയിട്ട്. അതിനിടയിൽ ഈ പെൺകുട്ടി വീണ്ടും ഗർഭിണിയായി. ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു ഭാര്യയെ ഇഷ്ടമില്ലെങ്കിൽ വേറൊരു പെണ്ണെ ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പെൺകുട്ടിയുടെ ജീവൻ തകർക്കാൻ വേണ്ടിയിട്ടുള്ള രീതിക്ക് മക്കളെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഈ പെണ്ണങ്ങ് തകർന്നു പോവേ. ഞാൻ അതാരും ചിന്തിക്കുന്നില്ല. പെണ്ണിന്റെ ജീവിതം ഒരു കളിപ്പാട്ടം പോലെ, അല്ലെങ്കിൽ ആണിന് എന്തും ചെയ്യാം, എന്ത് തോന്നിവാസവും ചെയ്ത് കഴിഞ്ഞാലും അത് സഹിച്ചിട്ട് നിൽക്കേണ്ട ഒരു കളിപ്പാവയാണെന്നുള്ള രീതിക്ക് ഒരു പെണ്ണിന്റെ ജീവൻ തച്ചെടുക്കുന്ന കുറെ ആൺവർഗങ്ങളുണ്ട്. അവർക്കൊന്നും മനസ്സിലാവില്ല എന്താണ് പെണ്ണ്, ആ പെണ്ണിന്റെ സ്നേഹം. ജീവൻ പറിച്ചു നൽകും. ഒരു പൂകോടത്തിന് ഒരു പൂന്തോട്ടം തിരിച്ചു നൽകും അല്ലെ ഓരോ പെൺകുട്ടികളും ഓരോ ഭർത്താക്കന്മാർക്കും. അവരവരുടെ ഭർത്താക്കന്മാർക്ക് അത്രയധികം സ്നേഹം പ്രാധാന്യം ചെയ്യും. ചെറുത് കൊടുത്താൽ മതി, വലിയങ്ങനെ അങ്ങ് തരും. അങ്ങനെയാണ്. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ, അല്ലെങ്കിൽ എന്താ പറയാൻ, ഒരു ചില ആൾക്കാരുടെ ജീവിതങ്ങളും നമുക്കൊക്കെ ഭയങ്കര അതിശയം തോന്നും. കാരണം അത്രയധികം സ്നേഹത്തിൽ കഴിയുന്ന ആൾക്കാർ. ആ ഒരു ബന്ധത്തിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹൈറും ബർക്കത്തും തന്നെ ഉണ്ടാവും. പഠിച്ചവന്റെ കാവൽ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവും. നിയമത്തല്ലാണ്ട് അവർക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് നിന്നുകൊണ്ട് ചെറുത്ത് തോൽപ്പിക്കുന്നതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ജീവിക്കുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ ഈ ആണുങ്ങളൊക്കെ കണ്ട പെണ്ണിന്റെ കൂടെയൊക്കെ ഇങ്ങനെ പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, വേറൊരു പെണ്ണിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്? തന്റെ ഭാര്യയിൽ തന്നെ തൃപ്തിപ്പെട്ട് തന്റെ മക്കളിലും കുടുംബവുമായിട്ട് ജീവിക്കുന്നതിന്റെ ഒരു സുഖം ഒന്ന് വേറെ തന്നെയാണ്. ഇതൊക്കെ എത്ര പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാലും അറിയില്ല, അങ്ങനെ നിൽക്കില്ല. ഇങ്ങനെയുള്ള ആണുങ്ങളെ സഹിച്ച് ജീവിക്കല ഓരോ പെണ്ണും. കാരണം ആ ഒരു ജീവിതത്തിൽ ആ ആണിനോട് സ്നേഹം ഉണ്ടാവില്ല, മക്കളുണ്ടായി പോയില്ലെന്ന് വിചാരിച്ചിട്ടൊരു സഹിക്കല്,
അങ്ങനെയാണ്. അതേപോലെ തന്നെയാണ് ഈ പെൺകുട്ടിയും സഹിച്ച് ജീവിക്കുന്നത്. സ്വന്തം കുടുംബം മറന്നിട്ട് വേറൊരു പെണ്ണിന്റെ കൂടെ പോയി കഴിഞ്ഞാല് അവർക്ക് സമാധാന ശാന്തിയൊന്നും കിട്ടില്ല. കുറച്ച് നേരത്തേക്കുള്ളൊരു സന്തോഷം, വേറെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ മരിക്കാൻ നേരത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അപകടമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ഭാര്യ ഉണ്ടാവുള്ളൂ. ഇനി ഇങ്ങനെയുള്ള ആൾക്കാരെ തിരിഞ്ഞു നോക്കാണ്ട് നിൽക്കുന്ന ഭാര്യമാരുണ്ടേ. അങ്ങനെയുള്ള ഭാര്യമാരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് പല ആൾക്കാരുണ്ടാവും. പക്ഷെ അതിനോടൊന്നും നമ്മൾ യോജിക്കുന്നൊന്നുമില്ല. കാരണം ജീവിതകാലം മുഴുവനും ആ ഭാര്യയെ സങ്കടപ്പെടുത്തി ആ ഭാര്യക്ക് എത്രത്തോളം വേദന നൽകാൻ വേണ്ടി പറ്റും അത്രയും വേദന നൽകിയിട്ട് വയ്യാതായിക്ക് എന്നെ ഭാര്യ നോക്കണം എന്ന് പറഞ്ഞാൽ അതിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ കുറെ ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പറയുന്നത് ഒരിക്കലും യോജിക്കാൻ വേണ്ടി പറ്റില്ല. ജീവിക്കുന്ന ടൈമിൽ തന്റെ യൗവന കാലത്ത് ഭാര്യക്ക് കൊടുക്കേണ്ട സ്നേഹം കൊടുക്കണം. നമുക്ക് കൊടുത്താൽ മാത്രമേ ആ സ്നേഹം തിരിച്ചു കിട്ടുള്ളൂ. പിന്നെ ഉള്ളിൽ ഒളിപ്പിച്ചിട്ട് വെക്കേണ്ട കാര്യമൊന്നുമല്ല സ്നേഹം എന്ന് പറയുന്നത്. അതിലെന്തിനാ ഈ പിശുക്ക് കാണിക്കുന്നത്? നമുക്കുള്ള സ്നേഹം അങ്ങോട്ട് കൊടുത്ത് എന്തായിപ്പോന്ന് ആണല്ലാതെ ഇപ്പോ ചില ആൾക്കാർക്കുണ്ട് പെണ്ണിനോട് എന്തെങ്കിലും സ്നേഹത്തോടെ പെരുമാറി അല്ലെങ്കിൽ പെണ്ണിനോട് എന്തെങ്കിലും നല്ല വർത്താനം പറഞ്ഞാൽ ആണത്തം ഇല്ലാതായിപ്പോ, അത് പെങ്കോന്തനായിപ്പോ എന്നുള്ളൊരു തോന്നല്. അങ്ങനെയുള്ള ആൺവർഗമുണ്ട്. അതൊക്കെ നാശത്തിനുള്ളതാണ്, നല്ലതിനുള്ളതാണ്, നാശത്തിനുള്ളതാണ്. ഈ പെൺകുട്ടി പറയുന്നുണ്ട്, ഞാൻ നെഞ്ചത്തടിച്ച് തലയൊക്കെ ചുമറ്റിനൊക്കെ ഇട്ട് അടിച്ചിട്ട് ശപിച്ചിട്ടുണ്ട്. ഈ രണ്ടുപേരും ഞാൻ ശപിച്ചിട്ടുണ്ട്. എന്റെ ജീവൻ തകർത്തതിന് ഞാൻ അത്രയധികം കരഞ്ഞിട്ടുണ്ട്. ആ ശാപം എന്നോളം ഈ മനുഷ്യന് പടച്ചവൻ കൊടുത്തതായിരിക്കാം. അങ്ങനെ തന്നെ പറയാം. അവള് തന്നെ പറയുന്നുണ്ട്, എന്റെ ശാപം എന്നോളമായിരിക്കാം ഒരു ആക്സിഡന്റ് ഇവനുണ്ടായി. 6 മാസം ബെഡ് റെസ്റ്റ്. ആ ബെഡ് റെസ്റ്റ് കാലം കംപ്ലീറ്റ് ഇവക്ക് ജീവിക്കാൻ മാർഗമൊന്നുമില്ല. ഇവളെന്ത് ചെയ്തു? ഇവളെ സ്വർണം അങ്ങ് എടുത്തിട്ട് വിറ്റു. ഇവനെ നന്നായിട്ട് അങ്ങ് ശുശ്രൂഷിച്ചു. ഒരുപാട് പൈസ ചെലവുണ്ടായിരുന്നു, ഒരുപാട് പൈസ ചെലവ്. അവൾക്ക് അതിനു വേണ്ടിയിട്ട് 8 പവനോളം വിറ്റിട്ടുണ്ടെന്ന് അവള് പറഞ്ഞത്. അവന് വേണ്ടിയിട്ട് ഒന്ന് രക്ഷിച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. കാരണം സ്നേഹമുണ്ട് ഭർത്താവിനോട്. എത്ര ശപിച്ചാലും എത്ര പൈസ കഴിഞ്ഞാലും സ്വന്തം ഭർത്താവിനെ അങ്ങനെ ഒന്ന് വെറുക്കാൻ വേണ്ടിയിട്ട് ഭാര്യക്ക് കഴിയില്ലല്ലേ. പിന്നെ അത്രയധികം തേർഡ് റേറ്റ് ആയിട്ടുള്ള ആണിനെ മാത്രമേ സ്ത്രീകൾ വെറുക്കുകയുള്ളൂ. അങ്ങനെ ആ ഒരു ആക്സിഡന്റ് കഴിഞ്ഞതോടൊപ്പം ചിലപ്പോൾ പടച്ചവൻ കൊടുത്തതായിരിക്കാം ആ ഒരു പരീക്ഷണം. ഇവന്റെ സ്വഭാവമേ അങ്ങ് മാറി. ഈ ഭാര്യ അത്രയധികം ശുശ്രൂഷിച്ചത് കൊണ്ടായിരിക്കാം നന്നായിട്ട് ഇപ്പൊ അവളെ നോക്കുന്നുണ്ട്. പക്ഷെ അവള് പറയുന്നുണ്ട്, ഇപ്പൊ എന്റെ ജീവിതത്തിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരിക്കലും സംശയത്തിൽ നീയല് വീണു, അല്ലെങ്കിൽ ഇത്രയധികം ഞാൻ അനുഭവിച്ചത് കൊണ്ടായിരിക്കാം എനിക്കിപ്പോഴും അദ്ദേഹം സ്നേഹത്തോടെ പറയുന്ന ഒരു വാക്കുകളും എന്റെ നെഞ്ചത്ത് തട്ടുന്നില്ല. ഓരോ കോമഡിയും പറഞ്ഞിട്ട് എന്റെ മുന്നിൽ വരുമ്പോൾ ഞാൻ ചിരിക്കും, ജസ്റ്റ് ഒരു സ്മൈൽ ചെയ്യും. പക്ഷെ എന്റെ ഉള്ളുകൊണ്ട് ഞാൻ ചിരിക്കുന്നില്ല. എപ്പോഴാണ് ഈ മനുഷ്യൻ വീണ്ടും ആ ഒരു ഗതിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വഴിയിലേക്ക് സഞ്ചരിക്കുക എന്നുള്ളത് എനിക്കറിയില്ല. ചിലപ്പോൾ ഇയാള് സഞ്ചരിച്ചേക്കാം. അതൊന്നും നോട്ട് ചെയ്യണം. സംഭവം എത്രയൊക്കെ അയാൾ പറഞ്ഞിട്ടും വീണ്ടും ഈ പെൺകുട്ടിക്ക് അയാളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ തന്നെയാണ് എല്ലാ സ്ത്രീകളും ഉണ്ടാവുക. നിങ്ങൾ തെറ്റൊക്കെ പുറത്തിട്ട് ഭാര്യയോട് ക്ഷമ ചോദിച്ചിട്ട് വന്നു കഴിഞ്ഞാലും ഭാര്യയുടെ ഉള്ളിൽ ആ ഒരു കറ എപ്പോഴും ഉണ്ടാവും. അവൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ കല്യാണത്തിന് മുന്നേ ബെസ്റ്റ് എന്നും പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് ആയാലും ഗേൾ ഫ്രണ്ട് ആയാലും ആരോടായാലും നമ്മൾ പലതും തുറന്നു പറയുമായിരിക്കും. പക്ഷെ കല്യാണത്തിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ ബെസ്റ്റ് എന്ന് പറയുന്ന ഒരാൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. എന്ത് ചോദിച്ചാൽ ഹാപ്പി തന്നെ ആ നിലക്ക് മാത്രം സംസാരിച്ചാൽ മതി. നമ്മൾ ഉള്ളിൽ നടക്കുന്ന ഉള്ളിലുള്ള രഹസ്യങ്ങളൊന്നും പറയരുത്. അങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത്. എൻ്റെ ജീവിതത്തിലെ സന്തോഷം കണ്ടിട്ടായിരിക്കും എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് അവൾ ആഗ്രഹിച്ചത് എന്നുള്ളത്. നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഫാമിലി ലൈഫിന് അതിൻ്റെതായിട്ടുള്ളൊരു സ്ഥാനം കൊടുക്കുക, അതുപോലെ ഫ്രണ്ട്ഷിപ്പിന് അതിൻ്റെതായിട്ടുള്ളൊരു സ്ഥാനം. അങ്ങനെ രണ്ടും ഒരുപോലെ, അല്ലെങ്കിൽ നമുക്ക് കുറച്ചധികം സ്ഥാനം നമ്മുടെ കുടുംബത്തിൽ തന്നെ കൊടുക്കണം. അങ്ങനെ കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് രണ്ടും ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും നമുക്കൊരു പ്രശ്നം തന്നെയായിരിക്കും. ഈ ഒരു ഫ്രണ്ട്ഷിപ്പായാലും എന്തായാലും നമ്മുടെ ലൈഫ് ഇല്ലാതാക്കിയിട്ട് നമുക്ക് വേറൊന്നും വേണ്ട. ഇപ്പോഴുള്ള കൂടുതൽ ഫ്രണ്ട്ഷിപ്പിലും ഇങ്ങനെയുള്ള അവസ്ഥ വരുന്നത് കൊണ്ടാണ് ഇത് വീണ്ടും ഊന്നി പറയേണ്ട അവസ്ഥ വരുന്നത്. ഓരോരുത്തരുടെയും ജീവിതമാണ്. അത് പടച്ചവൻ ഹൈറായ നിലയിൽ തന്നെ ആക്കി തരട്ടെ. ആ ഒരു സുഹൃത്തിന്റെ ഭർത്താവിന് ഇനി ഒരിക്കലും വേറൊരു പെണ്ണിനെ തന്റെ ഭാര്യയുടെ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ കാമുകിയുടെ സ്ഥാനത്തേക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഇടവരുത്താതിരിക്കട്ടെ. നല്ലൊരു കുടുംബജീവിതം, നല്ലൊരു ദാമ്പത്യ ജീവിതം തന്നെ ഇനി അങ്ങോട്ട് കൊടുക്കട്ടെ അവർക്ക്. ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്നും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.